Good morning. In this video, we will learn regarding the special considerations. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഡ്യൂറിങ് പ്രഗ്നൻസി മോസ്റ്റ് ഡ്രഗ്സ് ആർ ഫൗണ്ട് കോൺട്രാ ഇൻഡിക്കേറ്റഡ്. പ്രഗ്നൻസി സമയത്ത് ഏകദേശം എല്ലാ മരുന്നുകളും തന്നെ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ പ്രഗ്നൻസി സമയത്ത് കൊടുക്കുന്ന മരുന്നുകൾ, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്റർ ആദ്യത്തെ 3 മാസം കൊടുക്കുമ്പോൾ കുഞ്ഞിനത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഡ്രഗ് ഡോസസ് ആർ കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദ ഏജ് ആൻഡ് വെയ്റ്റ് ഓഫ് ദ പേഷ്യൻറ്റ്. പേഷ്യൻറ്റിൻ്റെ ഏജും വെയ്റ്റും അനുസരിച്ച് മാത്രമേ ഡ്രഗ് ഡോസ് കൊടുക്കാൻ പാടുള്ളൂ. ദ പ്രസൻസ് ഓഫ് ഡിസീസ് ക്യാൻ അഫക്റ്റ് ദ ഡ്രഗ് ആക്ഷൻ. കിഡ്നി, ലിവർ ഡിസീസസ്. അതുപോലെ തന്നെ മരുന്ന് കൊടുക്കുമ്പോൾ കിഡ്നിയും ലിവർ ഡിസീസും ഉള്ളവർക്ക് നമ്മൾ പ്രത്യേകം കെയർ കൊടുക്കുക. ദ പ്രസൻസ് ഓഫ് ഫുഡ് ഇൻ ദ സ്റ്റൊമക്ക് മേ ഡിലേ ദ അബ്സോർപ്ഷൻ ഓഫ് ഓറൽ മെഡിക്കേഷൻസ്. നമ്മൾ മരുന്ന് കൊടുക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കുന്ന കാര്യം അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഒരുപാട് ആഹാരം കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ മരുന്ന് കൊടുക്കുമ്പോൾ ഫുഡ് അബ്സോർപ്ഷൻ മെഡിസിൻ ഡിലേ കാണിക്കും. അതായത് എംപ്റ്റി സ്റ്റൊമക്കിൽ കൊടുക്കുമ്പോൾ മരുന്ന് പെട്ടെന്ന് അബ്സോർബ് ആവുകയും ഫുൾ സ്റ്റൊമക്കിൽ നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ അബ്സോർപ്ഷന് ഡിലേ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഡ്രഗ് ലോ റെഗുലേറ്റ്സ് ദ യൂസ് ഓഫ് നാർക്കോട്ടിക്സ്. നാർക്കോട്ടിക്സ് കൊടുക്കുന്ന സമയത്ത് ഡ്രഗ് ലോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് സ്പെഷ്യൽ കൺസിഡറേഷൻസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിസിൻസ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് റൂട്ട്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡ്രഗ്സ്. അപ്പോൾ റൂട്ട്സ് ഓഫ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ നമുക്ക് 4 റൂട്ട്സാണ് മെയിൻലി ഉള്ളത്. ഓറൽ, പാരൻട്രൽ, ടോപ്പിക്കൽ, pulmonary route. First one is oral route. The oral route is the easiest and the most commonly used means of drug administration. Oral route ആണ് വളരെ ഈസി ആയിട്ടുള്ള റൂട്ട്, കോമൺ ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന റൂട്ടാണ് ഓറൽ റൂട്ട്. സെക്കൻഡ് വൺ ഈസ് പാരൻട്രൽ റൂട്ട്സ്. പാരൻട്രൽ റൂട്ട്സ് അതായത് ഇറ്റ് ഇൻവോൾവ്സ് ഇഞ്ചെക്റ്റിംഗ് ദ മെഡിക്കേഷൻ ഇൻ ടു ദ ബോഡി ടിഷ്യൂസിലെ മെഡിസിൻസ് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഒരു റൂട്ടാണ് പാരൻട്രൽ റൂട്ട്സ്. പാരൻട്രൽ റൂട്ട്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഇൻട്രാഡെർമൽ ഇഞ്ചക്ഷൻ, അതായത് ഡെർമീസിലോട്ട് നമ്മൾ കൊടുക്കുന്നു. സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ ടിഷ്യൂസിൽ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. ഇൻട്രാമസ്കുലർ ഇൻ ദ മസിൽസ്, ഇൻട്രാവീനസ് ഇൻ ടു ദ വെയിൻസ്. ആൻഡ് സം ഓഫ് ദ അതർ റൂട്ട്സ് എന്ന് പറയുന്നത് ക്യാവിറ്റീസിൽ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ 4 തരത്തിലുണ്ട്. അതായത് എപ്പിഡ്യൂറൽ ഇൻ ടു ദ എപ്പിഡ്യൂറൽ സ്പേസ്, ഇൻട്രാതീക്കലുണ്ട്, ഇൻട്രാ ഓഷ്യസ് ഉണ്ട് ബോൺസ്, ഇൻട്രാ പെരിറ്റോണിയൽ ക്യാവിറ്റീസ് ആൻഡ് ഇൻട്രാപ്ലൂറൽ ഈസ് പ്ലൂറൽ സ്പേസ്. നെക്സ്റ്റ് വൺ ഈസ് ടോപ്പിക്കൽ അഡ്മിനിസ്ട്രേഷൻ. ടോപ്പിക്കൽ അഡ്മിനിസ്ട്രേഷൻ ആർ ദോസ് അഡ്മിനിസ്റ്റേർഡ് ഓർ അപ്ലൈഡ് ടു എ സർക്കംസ്ക്രൈബ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ ബോഡി. ഇപ്പോൾ മെഡിക്കേഷൻസ് നമ്മൾ സ്കിന്നിലോ മ്യൂക്കസ് മെമ്മറൈനിലോ ലോക്കലായിട്ട് അപ്ലൈ ചെയ്യുന്ന രീതിയാണ് ടോപ്പിക്കൽ അഡ്മിനിസ്ട്രേഷൻ. ഫോർ എക്സാമ്പിൾ ഓയിൻമെൻറ്റ്സ്. ദെൻ പൾമണറി റൂട്ട് ഓർ ഇൻഹലേഷൻ റൂട്ട്. പൾമണറി റൂട്ട് ഓർ ഇൻഹലേഷൻ റൂട്ട് നമ്മൾ വളരെ ഈസി ആയിട്ടത് അബ്സോർബ് ചെയ്യുന്നു, പെട്ടെന്ന് റാപ്പിഡായിട്ട് മരുന്ന് അബ്സോർബ് ചെയ്യുന്ന റൂട്ടാണ് പൾമണറി ഓർ ഇൻഹലേഷൻ റൂട്ട്. എക്സാമ്പിൾ നെബുലൈസേഷൻസ് കൊടുക്കുന്നു, സ്റ്റീം ഇൻഹലേഷൻസ് കൊടുക്കുന്നതെല്ലാം പൾമണറി റൂട്ടാണ്. നമുക്കൊന്നും കൂടി നോക്കാം. റൂട്ട്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ 4 തരത്തിലുണ്ട്. അതായത് ഓറൽ, പാരൻറ്ററൽ, ടോപ്പിക്കൽ ആൻഡ് പൾമണറി റൂട്ട്. ഓറൽ റൂട്ട് നമുക്കെല്ലാം അറിയാം. നമ്മൾ വായിലൂടെ മരുന്ന് നൽകുന്നു, പല ഫോംസിൽ കൂടെ നൽകുന്നു. നമ്മൾ വായിൽ കൂടി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് 2 തരത്തിൽ കൊടുക്കാം. ഡയറക്റ്റ്ലി വായിൽ കൂടി കൊടുക്കാം, സബ്ലിംഗുലായിട്ട് കൊടുക്കാം, നാക്കിൻ്റെ അടിയിൽ കൊടുക്കാം, അതുപോലെ തന്നെ ബക്കൽ ക്യാവിറ്റിയിൽ, അതായത് കവിളിൻ്റെ ചീക്സിൻ്റെ സൈഡിൽ വയ്ക്കാം. അപ്പോൾ ഓറൽ റൂട്ട്സ് 2 തരത്തിലുണ്ട്, സബ്ലിംഗൽ ആൻഡ് ബക്കൽ. പാരൻറ്റൽ റൂട്ട് ഇൻട്രാഡെർമൽ ഇഞ്ചക്ഷൻ ഇൻ ടു ദ ഡെർമിസ്, സബ്ക്യൂട്ടേനിയസ്, ഇൻട്രാമസ്കുലർ ആൻഡ് ഇൻട്രാവെനസ് ആൻഡ് applying medicine to the cavities, that is epidural, intrathecal, intraosseous, intraperitoneal and intrapleural. And third one is topical administration into the skin or circumscribed body. പ്രത്യേക ഒരു ഏരിയയിൽ മാത്രം നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ആൻഡ് പൾമണറി റൂട്ട് ഓർ ഇൻഹലേഷൻ റൂട്ട്. ഇനി നമുക്ക് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ഡ്രഗ്സ് നോക്കാം. അപ്പോൾ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഫാർമക്കോ കൈനറ്റിക്സ്, അതായത് അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റാബോളിസം ആൻഡ് എക്സ്ക്രീഷൻ. ഫാർമക്കോ കൈനറ്റിക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം.
ഇറ്റ് ഈസ് ദ ആക്ഷൻ ഓഫ് ദ ഡ്രഗ്. ഒരു മരുന്ന് നമ്മുടെ ശരീരത്തിൽ പോകുമ്പോൾ അതെങ്ങനെ അബ്സോർബ് ചെയ്യുന്നു, അതെങ്ങനെ നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നു എന്നെ കുറിച്ച് പഠിക്കുന്നതാണ് ഫാർമക്കോ കൈനറ്റിക്സ്. അബ്സോർപ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ അതെങ്ങനെ അബ്സോർബ് ആകുന്നു. അബ്സോർപ്ഷനിൽ നമ്മൾ മെയിൻലി നോക്കുന്നത് മെഡിസിൻ നമ്മുടെ ബ്ലഡിൽ കൂടി നമ്മുടെ ബോഡിയിൽ എവിടെയാണ് അത് ആക്ട് ചെയ്യേണ്ടത് അവിടെ എത്തുന്നു. അതിന് തന്നെ പല ഭാഗത്തും അത് പലതരത്തിലാണ് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഫ്ലോ എങ്ങനെയാണ്, അപ്പോൾ അതൊക്കെ അനുസരിച്ച് അതിൽ അബ്സോർപ്ഷനിൽ വ്യത്യാസം വരും. നെക്സ്റ്റ് വേണമെന്ന് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂഷനാണ്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ മെഡിക്കേഷൻ അബ്സോർബ് ആയി കഴിഞ്ഞ് ടിഷ്യൂസിലും ഓർഗൻസിലും എങ്ങനെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ആകുന്നത്, ബ്ലഡ് സർക്കുലേഷനിൽ കൂടി പല ഏരിയയിലോട്ട് നമ്മുടെ ശരീരത്തിൽ പോകുന്നത്. മെറ്റബോളിസം എന്ന് വെച്ചാൽ മെഡിക്കേഷൻ നമ്മുടെ ആക്ഷൻ എവിടെയാണ് ആക്ട് ചെയ്യേണ്ടത് അവിടെ എത്തിയിട്ട് അതെങ്ങനെ മെറ്റബോളൈസ് ആവുന്നു. എക്സ്ക്രീഷൻ എന്ന് വെച്ചാൽ ആഫ്റ്റർ മെഡിക്കേഷൻസ് ആർ മെറ്റബോളൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആവശ്യമില്ലാത്തത് കിഡ്നിയിലും ലിവറിലും ബവൽ, ലങ്സ്, എക്സോക്രൈൻ ഗ്ലാൻസും സെറ്റ് ഗ്ലാൻസിലൊക്കെ കൂടി എങ്ങനെ ശരീരത്തിന് പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്നു. അപ്പോൾ ഇതാണ് എക്സ്ക്രീഷൻ. അപ്പോൾ ഒന്നും കൂടി പറയാം. ഫാർമക്കോ കൈനറ്റിക്സ് എന്നാൽ സ്റ്റഡി ഓഫ് ഹൗ മെഡിക്കേഷൻസ് എൻ്റർ ദ ബോഡി, എങ്ങനെയാണ് മരുന്ന് നമ്മുടെ ശരീരത്തിലെത്തുന്നത്. റീച്ച് ദ സൈറ്റ് ഓഫ് ആക്ഷൻ മെറ്റബോളൈസ്, ഏത് സൈറ്റിൽ എങ്ങനെ എത്തുന്നു, എങ്ങനെ മെറ്റബോളൈസ് ആവുന്നു, ബോഡിയിൽ നിന്ന് എങ്ങനെ എലിമിനേറ്റ് ആകുന്നു. അത് കഴിഞ്ഞ് ഫാർമക്കോ കൈനറ്റിക്സിനകത്ത് വരുന്നതാണ് അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം ആൻഡ് എക്സ്ക്രീഷൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി പോർഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.